ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇതൊരു റിസോർട്ട് ടൂറാണ് കേട്ടോ. സോ വില്ലോ റിസോർട്ട്സ് വയനാടാണ്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കയറി ചെല്ലുന്ന ഏരിയയിൽ തന്നെ ഒരു ചെറിയ പോണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ഫിഷസും അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കാണുന്നൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് വെൽക്കം ഏരിയനകത്ത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഏരിയ ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞങ്ങൾക്ക് വാട്ടർമെലോൺ ജ്യൂസ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഇൻഡോർ ഗെയിംസും അവൈലബിൾ ആയിരുന്നു. ഇൻഡോർ ഗെയിംസ് ആയിട്ട് ബില്യാർഡ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നായാലും നമുക്ക് അവരുടെ പ്ലാന്റേഷൻസ് കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നേരെ റൂമിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. റൂം ടൂർ ഞാൻ ലാസ്റ്റ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് സ്വിമ്മിംഗ് പൂള് കാണാം. സ്വിമ്മിംഗ് പൂൾ അത്യാവശ്യം നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഉണ്ടായിരുന്നു. കിഡ്സിനായിട്ട് സെപ്പറേറ്റ് ഏരിയയും ഉണ്ടായിരുന്നു കേട്ടോ. അന്നൊരു വീക്ക് ഡേ ആയിരുന്ന കാരണം അധികം ഗസ്റ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് സ്വിമ്മിംഗ് പൂൾ ഞങ്ങൾക്ക് കുറേ നേരം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുന്ന് ഈ ഒരു ടൈമിൽ കിളികളുടെ ഒച്ചയും ഒരു ഈവനിങ് ടൈമായിരുന്നു കേട്ടോ. സോ നല്ലോണം കിളികളുടെ ഒച്ച അതേപോലെ മയിലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. നല്ലൊരു റിഫ്രഷിങ് ടൈമായിരുന്നു കേട്ടോ. ആൻഡ് ഇതൊരു ജൂലൈ ഫസ്റ്റ് വീക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അധികം മഴയുണ്ടായിരുന്നില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് റെയിനി സീസൺ, എന്നാലും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. ഇത് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. ബഫേ ആയിരുന്നു. അത്യാവശ്യം കുറേ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നായാലും ചുറ്റും പ്ലാന്റേഷൻസ് ആയിരുന്നു. കോഫി പ്ലാന്റേഷനാണ് മെയിൻലി. ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് പോവാം, റൂം ടൂർ. സോ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു വാർഡ്രോബ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാർഡ്രോബായിരുന്നു കേട്ടോ. പിന്നെ നമുക്കവിടെ കോഫി ടീ മേക്കിംഗ് ഏരിയ ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. വാട്ടർ അതേപോലെ ടീ കോഫി പൗഡേഴ്സ് ഷുഗറൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു റെഫ്രിജറേറ്ററും ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്കത് ഉറപ്പില്ല. ആൻഡ് സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ബാത്റൂം അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാഷ്റൂമായിരുന്നു. നല്ല ക്ലീൻ ആയിരുന്നു. ടോയ്ലറ്ററീസ് ആയാലും ടവൽസ് ആയാലും ഒക്കെ ക്ലീൻ ആയിരുന്നു കേട്ടോ. ബെഡും നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ ഇവിടെ നിന്നുള്ളൊരു ബാൽക്കണി വ്യൂ ഇതാണ് കേട്ടോ. ഇതും പറഞ്ഞ പോലെ തന്നെ കോഫി പ്ലാന്റേഷൻസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.